ചുരിദാറിന്റെ ഫ്രണ്ടിൽ പ്ലേക്കറ്റ് വെക്കുന്നത് ചിലർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള പണിയായിരിക്കും. അപ്പൊ അത് എളുപ്പത്തിൽ എങ്ങനെയാ വെക്കുന്നത് നമുക്ക് നോക്കാം. അപ്പൊ 1 ഇഞ്ച് വീതിയിലുള്ള പ്ലേക്കറ്റ് വരാൻ വേണ്ടി നമ്മൾ 3 ഇഞ്ച് വീതിയിലാണ് പ്ലേക്കറ്റിനുള്ള തുണി എടുക്കുന്നത്. നീളം നമുക്ക് ഏകദേശം ഞാനിപ്പോൾ ഇവിടെ ഒരു 7 ഇഞ്ച് നീളത്തിലുള്ള പ്ലേക്കറ്റാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനോട് കൂടിയിട്ട് 2-3 ഇഞ്ച് നമുക്ക് എക്സ്ട്രാ തുണി എടുക്കാം. ബാക്കി നമുക്ക് ആവശ്യമില്ലാത്ത വെട്ടിക്കളയാലോ. പിന്നെ ഇങ്ങനെ വേണം, ഇപ്പൊ ഇതിൽ കാണിക്കുന്ന പോലെ ഒരു സൈഡ് ഓപ്പൺ സൈഡ് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആവുന്ന രീതിയിൽ വേണം വെക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് അതിന്റെ സെന്റർ മാർക്ക് ചെയ്ത് എവിടെയാണോ പ്ലേക്കറ്റ് വെക്കേണ്ടത് അവിടേക്ക് കയറ്റി വെച്ച്, അതായത് ചെറിയ ഭാഗം മുകളിലോട്ട് കയറ്റി വെച്ചിട്ട് അവിടെ ഒരു പിന്ന് വെച്ച് നമുക്ക് സെക്യൂർ ചെയ്യാം. എന്നിട്ട് അതിനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ഉറപ്പിക്കുക അവിടെ. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്യേണ്ട ഭാഗം ഒന്ന് ശരിക്കും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ വെച്ചിട്ട് ഒരു വി കട്ട് പോലെ ചെയ്യണം മാർക്ക് ചെയ്ത ഭാഗം. എന്നിട്ട് നമ്മൾ അതിന് ഉള്ളോട്ടേക്ക്, ചെറിയ ഭാഗം ഉള്ളോട്ടേക്ക് വരുന്ന രീതിയിൽ വലിയ ഭാഗം തിരിച്ച് നേരെ ഓപ്പോസിറ്റിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പം വീഡിയോയിൽ കാണിക്കുന്ന പോലെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവുമല്ലോ. അപ്പം ഒരു ഭാഗം കണ്ടില്ലേ, ഒരു ഭാഗത്തേക്ക് ഓപ്പൺ ഉള്ള സൈഡിൽ ആ ഭാഗം ഫിക്സ് ചെയ്ത് കൊടുക്കാം. മറ്റേ സൈഡിൽ ഇതേപോലെ ഈ സൈഡായിരിക്കും ഓപ്പൺ ഉണ്ടാവുക. അപ്പം അങ്ങോട്ടേക്കും ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ അത് നന്നായിട്ട് അയൺ ചെയ്തിട്ടാണെങ്കിൽ നല്ല നീറ്റായിട്ട് അവിടെ നിൽക്കും. കുറച്ച് എക്സ്ട്രാ ഉള്ളത് നമ്മൾ തൽക്കാലം വെട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താഴെ ഭാഗത്തും നിങ്ങൾ കണ്ടല്ലോ, താഴേക്കാണ് വേണ്ടത്. ഇനി നമ്മൾ അത് ഒരു പിന്ന് വെച്ചിട്ട് എല്ലാ ഭാഗവും ഒന്ന് സെക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി ഇടയ്ക്ക് വെച്ച് പിന്നെ ബുദ്ധിമുട്ടാവില്ല. അപ്പോൾ പിന്ന് വെച്ചിട്ട് വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇനി അത് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കോളൂ. അതും സാവധാനം ഈ ഭാഗത്തെത്തുമ്പം എൻഡിലെത്തുമ്പം താഴെ അടിയിലുള്ള ഭാഗം താഴോട്ടാണ് വേണ്ടത് കേട്ടോ, ചെറിയ അടിയിലുള്ള ഭാഗം. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങോട്ടും തിരിച്ച് വെച്ച് കൊടുക്കുക. പിന്നെ അത് മുകളിലോട്ട് വെച്ചിട്ട് മേലത്തെ ഫ്ലാപ്പ് മേലോട്ട് വെക്കുക. എന്നിട്ട് അവിടെ നമുക്കൊരു ബോക്സ് പോലെ തയ്ക്കണം. അപ്പോൾ ബോക്സ് പോലെ തയ്ക്കുമ്പം രണ്ടും നീറ്റായിട്ട് തന്നെ മേലോട്ട് വെച്ചിട്ട് നമ്മൾ ഒന്ന് ക്രോസ് ഇട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇങ്ങോട്ടേക്ക് വടിച്ച് വീണ്ടും ക്രോസ് ഇട്ടിട്ട് നമ്മൾ മേലത്തെ ഫ്ലാപ്പിനെ ഒന്ന് അങ്ങോട്ട് മാറ്റിയിട്ട് താഴത്തെ ഭാഗമാണല്ലോ ഇനി സ്റ്റിച്ച് ചെയ്യാനുള്ളത്. അപ്പം താഴെ ഭാഗം സ്റ്റിച്ച് ചെയ്തിട്ട് ഫുള്ളായിട്ട് കൊടുക്കുക. അപ്പോൾ ഏകദേശം നമുക്ക് എത്ര പെട്ടെന്ന് പ്ലേക്കറ്റ് റെഡിയായി. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല എളുപ്പമാണ്, നല്ല നീറ്റായിട്ട് വരികയും ചെയ്യും, നല്ല ഈസിയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ കുറേ നല്ല നല്ല വീഡിയോസ് ഇനി ഞാൻ ഇടുന്നതായിരിക്കും.